ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും 10ാം ഉദയ മഹോത്സവവും വിപുലമായ പരിപാടികളോടെയാണ് സമാപിച്ചത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 2024 ഏപ്രിൽ 18 ആരംഭിച്ച പരിപാടികൾ ഏപ്രിൽ 23 സമാപിച്ചു. ക്ഷേത്രം ട്രസ്റ്റിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷേത്രം തന്ത്രി മറവഞ്ചേരി മന ഹരി നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി മേക്കാട്ടില്ലത്ത് രാകേഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ അവസാന ദിവസമായ തെയ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുക എന്ന് ക്ഷേത്രം പ്രസിഡന്റ് ജയൻ പുളിക്കൽ, സെക്രട്ടറി ശ്രീജു മുതലപ്പറമ്പിൽ, കൺവീനർ സൂരജ് എസ്, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ അറിയിച്ചു. 8 വർഷങ്ങൾക്ക് മുമ്പ് 2017 പ്രതിഷ്ഠ നടത്തി 10ാം ഉദയ മഹോത്സവമായിട്ട് പുളിയാമ്പള്ളി കാവിലെ തിരുവുത്സവം ആദ്യമായിട്ട് ആഘോഷിച്ചത്. കാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കാവുവട്ട ചായയിൽ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഉള്ളിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. പ്രതിഷ്ഠ വെയിലും മഴയും കൊള്ളത്തക്ക വിധത്തിലാണ് ഇരിക്കുന്നത്. എല്ലാ വർഷവും 10ാം ഉദയ മഹോത്സവമാണ് ഇവിടെ തിരുവുത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ തെയ്യമാണ്. കണ്ണൂരിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള തെയ്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് മുന്നോടിയായി 1 മാസം മുമ്പ് വൃക്ഷം മുറിക്കുകയും വൃക്ഷം മുറിച്ച് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും മുഴുവൻ നൊയമ്പ് നോറ്റ് വൃക്ഷം 1 മാസത്തോളം ഇവിടെ സൂക്ഷിച്ച് തീച്ചാമുണ്ടിക്ക് ആവശ്യമായ കനൽ കൂട്ടി ഇന്ന് ഇവിടെ തെയ്യം കോലങ്ങൾ ഉറഞ്ഞു തുള്ളുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരേപോലെ ഇഷ്ടപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയും ഇവിടുത്തെ തീച്ചാമുണ്ടിയും ഏറ്റവും വലിയ വഴിപാടും ഈ തീച്ചാമുണ്ടിയുടെ സമർപ്പണവുമാണ്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി അനീഷ് പണിക്കരും സംഘവുമാണ് തീച്ചാമുണ്ടി തെയ്യം അവതരിപ്പിച്ചത്. ശേഷം വലിയ ഗുരുതിയും നടന്നു. പുളിയാമ്പള്ളി അമ്മയുടെ അനുഗ്രഹം തേടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.